നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂലൈ 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ സമയത്ത് ഭരണി നക്ഷത്രക്കാരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും സ്വഭാവവും എടുക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ കൂടുതലാകുന്ന ഒരു സമയമാണ്. എന്ത് കണ്ടാലും വേണം എന്നുള്ള ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. സ്നേഹം, വാശി, പകയൊക്കെ കൂടാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാല് ജീവൻ കൊടുക്കുന്ന ഒരു സമയമാണ്. ദേഷ്യം വന്നാൽ അത് വിട്ടുകൊടുക്കുകയുമില്ല. അത് പകയായി മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക്. സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളൊക്കെ കൂടുന്ന ഒരു സമയമാണ്. പാട്ട്, ഡാൻസ്, എഴുത്ത്, പാചകം ഇവയെല്ലാം നന്നാകുന്ന ഒരു സമയമാണ്. അപ്പോൾ കൂടുതൽ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ സമയത്ത് സഹനശക്തിയും എന്നാല് പ്രതികരണ ശേഷിയും ഒരുമിച്ച് ഒരുപോലെ വരുന്ന ഒരു സമയമാണ്. രഹസ്യം സൂക്ഷിക്കാനൊക്കെയുള്ള കഴിവ് കൂടുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശുക്രൻ 5-ൽ നിൽക്കുന്നത് കൊണ്ട് പണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഊഹക്കച്ചവടവും ഷെയർ മാർക്കറ്റിംഗിലും ലോട്ടറിയിലും ഒക്കെ നിങ്ങൾക്ക് പണം വരുന്നുണ്ട്. എന്നാൽ പണം വരുന്ന പോലെ തന്നെ ധാരാളിത്തം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശനി 12-ലായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഇത് നോക്കിയും കണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. ആഡംബരത്തിനൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുന്നതാണ്. വസ്ത്രം, ആഭരണം, വാഹനം, വീട്ടു സാധനങ്ങൾ ഇവയൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. എന്നാൽ ചെലവ് നോക്കി ചെയ്യുക. ഒരുപാട് പണം വരുന്നത് കൊണ്ട് നിങ്ങളത് ഒരുപാട് ചെലവാക്കി കളയരുത്. കലാപരമായിട്ടുള്ള മേഖലകളില്, സിനിമയില്, ഫാഷൻ, ബ്യൂട്ടി, ഡിസൈനിങ്, ഹോട്ടല്, ഇവന്റ് മാനേജ്മെന്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ജൂലൈ 15-ന് ശേഷം പുതിയ പ്രൊജക്ടുകളും ഒക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ജൂലൈ 15-ന് ശേഷം ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സ്ഥിതി വരുന്നത് ജോലിയിൽ താൻ തന്നെ എല്ലാം ചെയ്യണമെന്നുള്ള ഒരു ധാരണ വരുന്നതാണ്. ആ ധാരണ ഒരു പരിധി വരെ ആകാവുള്ളൂ, ഇല്ലെങ്കിൽ ജോലിഭാരം കൂടുന്നതാണ്. സ്ത്രീകളുടെ സഹായം കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നതാണ്. നിങ്ങൾ ഒരു ടീം വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്ത്രീകളെ കൂടുതൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണ്. നിങ്ങളുടെ പ്രണയവും ദാമ്പത്യവും ഒക്കെ ഒരുപാട് റൊമാൻറ്റിക് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശുക്രന്റെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട്. പുതിയ പ്രണയമൊക്കെ മുട്ടിടുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പഴയകാല പ്രണയമൊക്കെ തിരികെ വരാനുമുള്ള സാധ്യതയുണ്ട്. നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോയവരൊക്കെ തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജൂലൈ 10 മുതൽ 20 വരെ വളരെ നല്ലൊരു സമയമാണ്. വിവാഹ ആലോചന നടക്കുന്നവർക്കൊക്കെ ജൂലൈ അവസാനം വളരെ അനുകൂലമാണ്. നിങ്ങൾ ഒരു കാര്യം മാറ്റിവെക്കേണ്ടതാണ്. അസൂയയും സംശയവും ഈഗോയും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റിവെക്കേണ്ടതാണ്. പങ്കാളിയെ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തിലെടുക്കുക. വിവാഹം കഴിഞ്ഞവരൊക്കെ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാതെ ഇരുന്നവർക്ക് ഗർഭധാരണമൊക്കെ നടക്കുന്നതാണ്. പുരുഷ നക്ഷത്രമാണ് കേൾക്കുന്നതെങ്കിൽ പങ്കാളിക്ക് ഗർഭധാരണമൊക്കെ നടക്കുന്നതാണ്. ആരോഗ്യകാര്യം നോക്കുകയാണെങ്കിൽ ഇത് യമന്റെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി. ഹോർമോൺ വ്യതിയാനമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മൂത്രാശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്നാലൊന്ന് ഒരു ശ്രദ്ധ ഇതിൽ കൊടുക്കുകയും വേണം. അമിതമായിട്ടുള്ള ഭക്ഷണം, മധുരം, മസാല ഇവയൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. സൗന്ദര്യ സംരക്ഷണവും സ്കിൻ കെയറും വ്യായാമവും ഒക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് വെള്ള, പിങ്ക്, ഇളം നീല എന്നിവയൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം ശുക്രന്റെ നിറങ്ങളാണ്. അതുപോലെ തന്നെ ഇത് കയ്യിൽ കരുതിയാലും മതിയാകുന്നതാണ്. ദുർഗാദേവിയോ ലക്ഷ്മി ദേവിയോ പാർവതി ദേവിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. ഇത് അന്യമതസ്ഥരാണ് കേൾക്കുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വെള്ളിയാഴ്ച ദിവസം അരിയോ പാലോ ഒക്കെ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ഓം ശും ശുക്രായ നമ എന്ന മന്ത്രം 9 മുതൽ 108 തവണ വരെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആഹാര ക്രമവും മദ്യപാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാർത്തിക, രോഹിണി, മകയിരം നാളുകളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ഒന്ന് ജപിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.